ഒടുവിൽ കാത്തിരിപ്പിന് അവസാനം. കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ സ്ട്രൈക്കറെ കണ്ടെത്തിയിരിക്കുന്നു. ദിമിയുടെ റീപ്ലേസ്മെന്റ് സൈനിങ് ആണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. എന്തായാലും കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കും മുമ്പേ നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ്സിനും ISL അപ്ഡേറ്റ്സിനുമായി മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയുടെ തന്നെ കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ സൂപ്പർ താരമായിരുന്ന ദിമിത്രിയോസ് ലാമന്തക്കോസിൻ്റെ റീപ്ലേസ്മെൻറ്റ് സൈനിങ് അങ്ങനെ പൂർത്തിയാക്കിയിരിക്കുന്നു. എന്തായാലും ഈ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തേക്ക് വിട്ടിരിക്കുന്നത് പ്രമുഖ ഫുട്ബോൾ ജേർണലിസ്റ്റായ മാർക്കസ് മൊർഗുലാവോയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 100% വിശ്വസിക്കാവുന്ന ഒരു കാര്യമാണ് ഈ അപ്ഡേറ്റ്. എന്തായാലും മാർക്കസ് മൊർഗുലാവോ കഴിഞ്ഞ ദിവസം ഒരു അപ്ഡേറ്റ് പുറത്തേക്ക് വിട്ടിരുന്നു. 24 അല്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ എനിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സൈനിങ്ങിനെ പറ്റിയൊരു അപ്ഡേറ്റ് കിട്ടും. ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സ്ട്രൈക്കർ ആരാണെന്നുള്ള അപ്ഡേറ്റ് എനിക്ക് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന് മാർക്കസ് മൊർഗുലാവോ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇന്ന് വൈകിട്ടോടുകൂടി മാർക്കസ് മൊർഗുലാവോ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ സ്ട്രൈക്കറെ കണ്ടെത്തിയിരിക്കുന്നു. എന്നാൽ താരത്തിൻ്റെ പേരൊന്നും ഇപ്പോൾ മാർക്കസ് വെളിപ്പെടുത്തുന്നില്ല. എന്നാലും അതൊക്കെ ഇനി മാർക്കസ് വെളിപ്പെടുത്തുമോ അതോ ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായി അറിയിക്കുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ നമുക്കിനി കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും. എന്തായാലും അങ്ങനെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സ്ട്രൈക്കറെ കണ്ടെത്തിയിരിക്കുന്നു. ഇതോടുകൂടി ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ സൈനിങ് എല്ലാം പൂർത്തിയായിരിക്കുകയാണ്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് നോവ സദോയെയും അതുപോലെ തന്നെ അലക്സാണ്ടർ കോയ്ഫിനെ സ്വന്തമാക്കിയതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് പുതിയ സ്ട്രൈക്കറിനെ സ്വന്തമാക്കിയിരിക്കുന്നുള്ള പ്രത്യേകതയും കൂടി ഉണ്ട്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ട്രൈക്കർ അങ്ങനെ വന്നെത്തുകയാണ്. ഇനി ആരാണെന്നാണ് ഇനി അറിയാനായിട്ടുള്ളത്.